സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3:14 മുതൽ 22 വരെയുള്ള വാക്യത്തിലെ ലവോദിക്ക എന്ന സബ്ജക്റ്റിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇത് ഇത്ര ശക്തിയോടെ പറയുന്നത്? കർത്താവ് വരാറായി, സഭ മാറ്റപ്പെടാൻ നേരമായി. നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്. അനേകർ ഭൗതികത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക, അനേകർ കസേരയുടെ പുറകെ ഓടുക. പ്രസിഡന്റും സെക്രട്ടറി സ്ഥാനം തിരഞ്ഞെടുക്കാൻ നേരത്തെ സഭകളിൽ 10,000 രൂപ കോട കൊടുത്താണ് വോട്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര ജഡികന്മാരായോ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ? കർത്താവിൻ്റെ ദാസൻ വീൽ ചെയറിൽ നിന്ന് പ്രസംഗിക്കുന്ന ബാബു ജോൺ വേട്ടമല, അനുഗ്രഹീതനായ ദൈവദാസൻ, പ്രസംഗം കേട്ടു പഠിച്ചോ? അദ്ദേഹത്തിൻ്റെയൊക്കെ നന്നായി വചനം പഠിപ്പിക്കുന്നുണ്ട്. ഞാനും കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുക പുള്ളിയിൽ നിന്ന്. ഞാനും ഒരു സ്റ്റുഡൻ്റാണ്, മരണം വരെ ഞാനും പഠിക്കും. ഞാൻ ബൈബിൾ കോളേജിൽ പോയി 3-4 വർഷം പഠിച്ചപ്പോൾ എല്ലാം തികഞ്ഞവനാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ ഒന്നും തികഞ്ഞിട്ടില്ല. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു കുഞ്ഞാ വേദപുസ്തകം പഠിക്കുന്ന. അപ്പോൾ തന്നെ ഞാൻ പഠിക്കുന്നത് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതേ എനിക്ക് കഴിയുള്ളൂ. ആരെങ്കിലും മഹാനാണെന്ന് ചിന്തിച്ചാൽ പൗലൂസിനെ ചിന്തിച്ചോളം. ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. ഞാനൊരു ചാവള്ളിയാണെന്ന് ചിന്തിച്ചോണം. സ്തോത്രം. പൗലൂസ് അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. എല്ലാവരെക്കാളും ഒടുവിലും എല്ലാവരെക്കാളും ഞാൻ കൂടുതൽ അധ്വാനിച്ചു. ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപ എത്രേ. ആ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ വായിച്ചു 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം പഠിച്ചാൽ പൗലൂസിന്റെ ആ കാഴ്ചപ്പാട് ഇന്നത്തെ പാസ്റ്റർമാരൊന്ന് ഒപ്പിയെടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനന്തരം അവൻ യാക്കോബിന്റെ 15-7 മുതൽ വായിക്കും. 1 കൊരിന്ത്യർ 15. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും ഒടുവിൽ അകാലപ്രവച പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. അകാലപ്രജ, ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം, ചാവിള്ള, മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച് വീഴുന്ന ചാവിള്ള, ജീവനില്ലാത്ത ചാവിള്ള, കുടിച്ചു മൂടപ്പെടേണ്ട ചാവിള്ള. പൗലൂസ് അതായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ ഉസ്താദായിരുന്നപ്പോൾ താൻ ചാവിള്ളയായിരുന്നു. താൻ പണ്ഡിതനായിരുന്നപ്പോൾ താൻ ചാവിള്ളയായിരുന്നു. താൻ ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും കൊടുമുടിയിൽ ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച ദൈവസഭയെ കൊന്നുമുടിച്ച് മുമ്പോട്ട് പോയ ആ പൗലൂസ് ചാവിള്ളയായിരുന്നു. ഒരു ഗുണമില്ലാത്തവനായിരുന്നു. ഇന്ന് അങ്ങനെയുള്ളവർക്കല്ലേ സ്ഥാനം. ബൈബിൾ കോളേജിൽ പഠിച്ച് ഡിഗ്രി എടുത്തില്ലെങ്കിൽ പാസ്സാകാൻ പാടില്ലെന്ന് ചെത്തിക്കാർ പണ്ട് പറയുമായിരുന്നു. എല്ലാം പോയി. ഉപ്പ് നോക്കാൻ പോലും ഒരെണ്ണം ഇല്ലാണ്ടായി. ചെത്തി പ്രദേശത്ത് പോയി ഞങ്ങൾ ദൈവവചനം പ്രസംഗിച്ചിട്ട് ഉപ്പ് നോക്കാൻ പോലും ഒരെണ്ണം ഇല്ലാണ്ടായി. എന്തോ പറ്റി? അവർക്ക് ഉപദേശം വേണ്ട, അവർക്ക് ലോകത്തിൻ്റെ ഭൗതികം മതി. അവർ കേൾക്കുന്ന ആ സമയം ഒരു 3-4 മാസം മുമ്പ് ഞാനും കേട്ടു തുടങ്ങിയേ. ഞങ്ങൾ സൗരന്മാർ പലരും കേട്ടു തുടങ്ങിയേ. ഞങ്ങൾക്ക് ഇന്നും ആ ഉപദേശം അമൃത് പോലെ ഞങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്തു പറ്റി? ഇവരെന്താ വിട്ടുകളഞ്ഞേ? ഹല്ലേലൂയ. അവർ ഉപദേശത്തിൽ നിൽക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞാലും ആത്മാവിൽ വിവരിച്ചാൽ ഉപദേശം നഷ്ടപ്പെടുത്തിയിട്ട് വർഷങ്ങളായി അവർ ദുരുപദേശം പറഞ്ഞുകൊണ്ടിരിക്കുക, ഭൗതികത്തിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക, തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരുമായിട്ട് യാതൊരു സഖ്യതയും നമുക്കില്ല. ഹല്ലേലൂയ. ഈ പഥ്യവചനം, പഥ്യോപദേശം അതിൻ്റെ തനിമയിൽ അനുസരിച്ച് ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ഒരു ആത്മീയ നിലവാരത്തിലേക്ക് ആരെങ്കിലും വന്നാൽ അവരുമായിട്ട് കൂട്ടായ്മയുണ്ട്. ഇല്ലെങ്കിലോ അവരുമായിട്ട് പിണക്കില്ല, കൂട്ടായ്മയില്ല. സ്വർണം ഒരുക്കി തരാമെന്ന് പറഞ്ഞാലും ഇല്ല. നോ. കാരണം നമുക്ക് സ്വർഗത്ത് പോകണം, അതതിൻ്റെ കാര്യം. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. ഹല്ലേലൂയ. അപ്പൊ പൗലൂസിനെ പോലെ നമ്മൾ ആരായിത്തീരണം? കൃപയാൽ, കൃപയാൽ, കൃപയാൽ എന്ന് പറഞ്ഞു മുമ്പോട്ട് പോകണം. എടുത്തിരിക്കുന്ന ഡിഗ്രിയൊക്കെ കൊണ്ടുവന്ന് തോട്ടിൽ വലിച്ചെറിഞ്ഞേക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവശബ്ദം കേട്ട ഏലിയാവിനെ പോലെ, പൗലൂസിനെ പോലെ, പത്രോസിനെ പോലെ നമ്മൾ ആയിത്തീരണം. കെരീത്ത് തോട്ടിലെ ഭക്ഷണവും വെള്ളമൊക്കെ നിന്ന് പോയപ്പോൾ എന്ത് ചെയ്തു? അടുത്ത അരുളപ്പാട് കിട്ടി. ഞാൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു.
രാജാവിന് മുമ്പാകെ കൽപ്പന കൊടുത്തിട്ട് പുറപ്പെട്ട ഭക്തന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു, വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി വിധവമാരെയും കാക്കമാരെയും അയക്കുന്ന ദൈവം ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. വിധവമാരും കാക്കമാരും നശിച്ചു പോയിട്ടില്ല, ഇന്നും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മെ നടത്തും, അവൻ വിശ്വസ്തനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഈ ഉപദേശം കേട്ടവരാരും ഉപദേശത്തെ കുഴിച്ചു മൂടരുത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഉപദേശം കുഴിച്ചു മൂടരുത്. ഇത് കുഴിച്ചു മൂടിയാൽ നിനക്ക് തിരിച്ചു കിട്ടില്ല. ഇത് പിന്നെ നിന്നെ നരകത്തിൽ നോക്കിയാൽ മതി. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ നടന്ന അനേകര് ഈ ഉപദേശത്തെ കുഴിച്ചു മൂടി. ഇപ്പോൾ ഒരു അതും പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ബൈ ബൈ, ഞാൻ ഒരിക്കലും നിങ്ങളുമായിട്ട്, ഈ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നിടത്തോളം നിങ്ങളുമായിട്ട് എനിക്ക് ബന്ധമില്ല. കാരണം എന്ത് പറ്റി? ഉപദേശത്തെ കുഴിച്ചു മൂടി. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോട് അകന്നുകൊള്ളാനാ വചനം. ഞാനത് പാലിക്കുന്ന ആളാണ്, മരണം വരെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ എന്തിനത് പറഞ്ഞു? ഇന്ന് പെന്തക്കോസ്തുകാർ കാൻഡിഡേറ്റിനെ നിർത്തുന്നതിന്റെ കാര്യം എന്താ? അവർ കുരുടന്മാരാ, അവർ ദരിദ്രന്മാരാ, അവർ നഗ്നന്മാരാ. ആത്മീയ കുരുടും ആത്മീയ ദാരിദ്ര്യവും ആത്മീയ നഗ്നതയും പ്രാപിച്ചുകൊണ്ടാ അവർ കാൻഡിഡേറ്റിനെ നിർത്തി ലോകം ഭരിക്കാൻ പോകുന്നത്. ഇസ്രായേൽ മക്കളുടെ ആത്മീയത നഷ്ടപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ദൈവം ഞങ്ങളെ നടത്തണ്ട, ഞങ്ങൾക്കൊരു നേതാവിനെ തരണം. കൊടുത്തു ഒരുത്തനെ, ഗുണം പിടിക്കാത്തവനെ, ഏറ്റവും വലിയ പൊക്കമുള്ളവൻ ശൗലിന്റെ മരണം എങ്ങനെയായിരുന്നു? പോയി എങ്ങനെയായിരുന്നു? ശൗൽ എങ്ങനെയാ മരിച്ചേ? അവര് ചോദിച്ചു വാങ്ങിയ അവരുടെ ഭരണകർത്താവ് എങ്ങനെയാ മരിച്ച? കുന്തത്തി വീണ് മരിച്ചു. കുന്തം പള്ളയിൽ കുത്തി കയറി ചാകാതിരുന്നപ്പോൾ രാമയിലേക്കെതിരെ പോകുന്നു. നീ ആരാ? ഞാൻ ഇന്നാളാ, എന്നെ ഒന്ന് കൊല്ലാൻ പറഞ്ഞു, കൊന്നുതരാൻ പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ ആത്മീയ ലീഡർമാരൊക്കെ അവരെ പോലെയാണോ ഞാൻ ചിന്തിച്ചു പോവുക. അത്ര അതപ്പതിച്ചു പോയില്ലേ? മനുഷ്യൻ തെരഞ്ഞെടുത്ത് തന്നാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും സഹോദരങ്ങളെ. നമ്മളെ നടത്താനായിട്ട് നമ്മുടെ ലോകത്തിലെ മനുഷ്യൻ നമുക്ക് വേണ്ട. പാസ്റ്റർമാർ വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. ലോകത്തിലെ ഭരണകർത്താക്കൾ നമുക്ക് വേണ്ട. ലോകത്തിന്റെ ഭരണം നടത്താൻ നമ്മൾ പോണ്ട. നമ്മൾ ദൈവസഭയെ ഭരിച്ചാൽ മതി. ഇസ്രായേൽ മക്കൾ അലമുറ ഇട്ടപ്പോൾ കർത്താവ് ഒരുത്തനെ കൊടുത്തതാണ് ശൗല്. സൂസൈഡ് ചെയ്തു അവൻ. ദൈവപുരുഷനായ മോശ പ്രമാണം വാങ്ങാൻ സീനാപർവ്വതത്തിൽ പോയപ്പോൾ ഒരല്പസമയം ലീഡർഷിപ്പ് ആർക്ക് കൊടുത്തു? അഹരോന് കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ 3000 എണ്ണത്തെ കൊന്നുകളഞ്ഞു. നിങ്ങളിലൊരു വാളോട് വാളെടുത്ത് വെട്ടാൻ പറഞ്ഞു. അതിനു മുമ്പ് ഒരു പ്രസ്താവന ഇറക്കി, യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. അവിടെ ഒരു ദൂത് എനിക്ക് പറയാനുണ്ട്. ഗുണം പിടിക്കാത്ത അഹരോന്റെ വാക്ക് കേട്ട് കമ്മലും മാലയും ഒക്കെ ഊരി കളഞ്ഞ് ഈ തീയിലിട്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കിയവര് ദൈവപുരുഷന്റെ വാക്ക് കേട്ടപ്പോൾ ചാടി ദൈവപുരുഷന്റെ പക്ഷത്ത് ചെയ്തു. അതുപോലെ ദൈവദാസന്മാരായ ഞങ്ങളുടെ വാക്ക് കേട്ട് ചാടി മാറിയാൽ, സംഘടനയിൽ നിന്നൊക്കെ ചാടി മാറിയാൽ നിങ്ങൾക്ക് രക്ഷ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. എനിക്കതേ പറയാനുള്ളൂ. അപ്പോസ്തലന്മാരുടെ ഉപദേശം, പുതിയ നിയമം, പഥ്യവചനം, പഥ്യോപദേശം ആര് പ്രസംഗിച്ചാലും പോയി കേട്ടോണം. അതിൻ്റെ തനിമയിൽ അത് കേട്ട് ആത്മീയ അഭിവൃദ്ധി പ്രാപിച്ചോണം. ഇല്ലെങ്കിൽ വിട്ടോടണം അവരെ. ഹല്ലേലൂയ. വിട്ടുപോരുവിൻ. അശുദ്ധമായതൊന്നും തുടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലവോദിക്കയിലേക്ക് പിന്നെയും മടങ്ങി വരിക. തീയിലൂതി കടിച്ച പൊന്ന്, അപ്പോസ്തലന്മാരുടെ ഉപദേശം. നൂറ്റാണ്ടുകളായി ഉപദേശം തീയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക. അത് നഷ്ടപ്പെട്ടു പോയില്ല. അത് സ്വർഗത്തിലെ ദൈവപുത്രനെ ഏൽപ്പിച്ചു. ദൈവപുത്രൻ അത് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. അപ്പോസ്തലന്മാർ അത് ലോകത്ത് പ്രസംഗിച്ചു. ഞാനോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ഓൾ നേഷൻ ശിഷ്യരാക്കാൻ പറഞ്ഞു. അവർ പ്രസംഗിച്ചു. നമ്മളിപ്പോൾ പ്രസംഗിക്കുക, നമ്മൾ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കരുത്തനായ ഒരു സാരഥി പാസ്റ്റർ PM ജോസഫ് IPCയിലുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ പറയും, സങ്കീർത്തനമില്ലെങ്കിൽ നമ്മുടെ പാസ്റ്റർമാർക്ക് പ്രസംഗമില്ല. കാരണം സങ്കീർത്തനം അവർ പ്രസംഗിക്കുന്നു. അദ്ദേഹം പുതിയ നിയമം പ്രസംഗിച്ചാണ് മരിച്ചത്. എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ, നിങ്ങളുടെ ഏത് സംഘടനക്കാരനാണെങ്കിലും, എനിക്കറിയില്ല ഏത് സംഘടനക്കാരനാണെന്ന്.
ഏത് സംഘടനക്കാരൻ ആളുകളും കുഴപ്പമില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയായിരിക്കും മുകളിലോട്ട് പോകാൻ അതേ ഉള്ളൂ വഴി. അല്ലെങ്കിൽ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം നടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്ന നിനക്ക് കഠിനമേറിയ ശിക്ഷ വരുമെന്നാണ് ആരംഭ സമയത്ത് നമ്മൾ വായിച്ചു കേട്ടത്. മോശയുടെ പ്രമാണം അനുസരിക്കാത്തതിന് ശിക്ഷ, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിനും അനുസരിക്കാത്തതിന് ശിക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പൊ തീയിൽ ഊതിക്കഴിച്ച പൊന്നെന്ന് പറയുമ്പോൾ 2000 വർഷങ്ങളായി ഈ പൊന്ന്, ഈ തീയിൽ ഊതിക്കഴിച്ച ഉപദേശം ഇതിനെ നശിപ്പിച്ചു കളയാൻ രാജാക്കന്മാരും പ്രഭുക്കന്മാരും വലിയ വലിയ മഹാന്മാർ എഴുന്നേറ്റെങ്കിലും അവരെല്ലാം നശിച്ചു പോയതല്ലാതെ ഈ ഉപദേശം നശിച്ചിട്ടില്ല. സ്തേഫാനോസിനെ കൊന്നപ്പോൾ ഈ ഉപദേശം പോയെന്ന് അവർ ചിന്തിച്ചെങ്കിൽ 1000 സ്തേഫാനോസിന്റെ ശക്തിയോടെ ദൈവം പൗലൂസിനെ എഴുന്നേൽപ്പിച്ചു, ജാതികളുടെ അപ്പോസ്തലനായിട്ട് എഴുന്നേൽപ്പിച്ചു. പൗലൂസിന്റെ ലേഖനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവൻ ഇന്നും ആത്മീക ജീവൻ പ്രാപിച്ചുകൊണ്ടിരിക്കുക. ലേഖനങ്ങളാണ് സഭയെ പഠിപ്പിക്കേണ്ടത്. എന്താ കാര്യം? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം, വാക്കിനാൽ തന്ന പ്രവൃത്തി പുസ്തകം, ലേഖനത്തിലൂടെ തന്ന റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, പ്രവൃത്തി 1, 2, 3 വരെയും ആകാം. 4-ാം അധ്യായത്തിൽ സഭ തുറക്കത്തില്ല. വെളിപ്പാട് 1, 2, 3 പഠിപ്പിക്കണം. അതാ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം. അത് പഠിപ്പിക്കണം, അത് പഠിപ്പിക്കണം, അത് പഠിപ്പിക്കണം. റോമാസഭയെ പൗലോസ് ഉപദേശം പഠിപ്പിച്ചു. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം 16 വന്നപ്പോൾ നിങ്ങൾ പഠിച്ച ഉപദേശം. സഭകളെ ഉപദേശം പഠിപ്പിക്കുക. സഭ എങ്ങനെ ഉപദേശം പഠിക്കുന്നേ? ലോകത്തിലെ ചപ്പും ചവറും പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കാശ് കിട്ടും. കൊച്ചുങ്ങളെ പഠിപ്പിക്കാം, കാറ് മേടിക്കാം, അമേരിക്ക പോകാം, ലണ്ടനിൽ പോകാം, ദുബായി പോകാം. ഗൾഫ് യാത്രയെന്ന് പറയുമ്പോൾ ഉപദേശിമാരിങ്ങനെ കാമന്നടിച്ച് കിടന്നോളുക. 2 വിദേശയാത്ര തട്ടിക്കളഞ്ഞവനായിരുന്നു പ്രസംഗിക്കുന്നെന്ന് ഓർത്തോണം. കാരണം നിയോഗം കിട്ടിയില്ല, അതുകൊണ്ട് പോയില്ല. നല്ല നിയോഗം ഇല്ലാതെ പോകത്തില്ലെന്ന് ശടിച്ചിരിക്കാൻ ഞാൻ. കർത്താവ് നിയോഗം തരുമ്പോൾ എനിക്കറിയാൻ പോകാം. ക്യാപ്റ്റൻ ശാമൽ പറഞ്ഞ പോലെ നമുക്കറിയാൻ പറ്റും പോണമെങ്കിൽ. കർത്താവ് നിയോഗം തരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇടപെടും. കാശുണ്ടാക്കാനുള്ള പോക്കുകളാണ് ഇന്ന് പോകുന്നത് 99.25%. ബാക്കി ചെറിയൊരു ശേഷിപ്പേ ഉള്ളൂ ദൈവവചനം പ്രസംഗിക്കാൻ ദൈവം അയച്ചു പോകുന്നവർ. ആന്നേ, എനിക്ക് നന്നായിട്ട് അറിയാവുന്നേ. ഞാനും ഗൾഫിൽ കിടന്നുകൊണ്ട് എനിക്കറിയാം. അവിടെ മല പോലെ വന്ന് മറിഞ്ഞുകൊണ്ടിരുന്ന പാസ്റ്റർമാർ എല്ലാം കാശിന് വേണ്ടിയാണ്. ഇൻ്റർനാഷണൽ പാസ്റ്റർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, എന്നെ വിളിക്കും ബ്രദറെ നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക്. എന്തിനാ പാസ്റ്ററെ? ഞാൻ അനാഥശാല നടത്തുന്നു, ഞാൻ ചിൽഡ്രൻ ഹോംസ് നടത്തുന്നു, ഞാൻ അത് നടത്തുന്നു, ഇത് നടത്തുന്നു, എനിക്ക് കാശ് വേണം. ഇന്നാണെങ്കിൽ ഞാൻ പറഞ്ഞത് തോർത്ത് വിരിച്ച് തെണ്ടിയാൽ മതി, പഠിച്ച് തിരക്കലിരുന്ന് കാശ് കിട്ടും. അനാഥശാല നടത്തുന്നു, വൃദ്ധസദനം നടത്തുന്നു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? അപ്പോസ്തലന്മാർ അതുപോലെ നടത്തിയോ? ഇവിടെ റിയൽ എസ്റ്റേറ്റ് നടത്തുക ഓരോരുത്തർ ചിലർ. ഇവിടെ കല്യാണ ബ്രോക്കർ നടത്തുക, ലോട്ടറി കച്ചവടം നടത്തുക. തൃശ്ശൂരുകാർ പാസ്റ്റർമാർ നല്ലൊരു ശതമാനം. കല്യാണ ബ്രോക്കർ, ലോട്ടറി കച്ചവടം, തടി കച്ചവടം, വീട് കച്ചവടം, ഫ്ലാറ്റ് കച്ചവടം. പൗലോസും പത്രോസും യോഹന്നാനും അത് ചെയ്തോ? തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രവൃത്തി 6 വായിച്ച് പഠിക്കേ. എൻ്റെ ഹൃദയം പിടച്ച് വികസിക്കാതെ പറയുമ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു, മേശയെ ശുശ്രൂഷിക്കാൻ തെരഞ്ഞെടുപ്പ് നടത്തണം. നിങ്ങൾ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. ഞങ്ങളോ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരിക്കും. യെസ്, അതാണ് ഒരു ശുശ്രൂഷകൻ്റെ ദൗത്യം. അത് ചെയ്യാത്ത നീ ഈ കളം വിട്ട് പോക്കോ, വേറെ എന്തെങ്കിലും പണിക്ക് പോക്കോ. ജനത്തെ നശിപ്പിക്കുക ചെയ്യും നമ്മൾ. ഞാനീ പറയുമ്പോൾ കട്ടിയായിട്ട് പറയുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. എന്ത് ബുദ്ധിമുട്ട്? ഉള്ള കാര്യമല്ലേ പറയുന്നത്. കഠിനമായ ശാസനയാണെന്ന് ഓർത്തോ. കാരണം കർത്താവ് സഭ എടുക്കാൻ നേരമായി. കേൾക്കണോ? പൊളിറ്റിക്സിലെ ഒരു വാർത്ത ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പൊളിറ്റിക്സിലെ ഒരു വാർത്ത, യുദ്ധത്തിൻ്റെ ഒരു വാർത്ത. അമേരിക്ക ഇറാനെ തകർക്കാൻ വേണ്ടി സന്നാഹങ്ങളെല്ലാം ഒരുക്കി, ഇസ്രയേലും കൂട്ടുകൂടി. നമ്മളെല്ലാം വിചാരിച്ചിരുന്നു ഇറാനെ പടമാക്കി മാറ്റുമെന്ന്, മേപ്പിലാക്കി മാറ്റുമെന്ന് വിചാരിച്ചു. ദാണ്ടർ കിടക്കുന്ന ആ സോവിയറ്റ് യൂണിയൻ പൊടിയും തട്ടിക്കളഞ്ഞ് ഇറങ്ങി വന്നു. വചന നിവൃത്തി ആ പൊടിയും വന്നേക്കുന്നത്. പൊടിയും പറഞ്ഞു, അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ചെയ്യണ്ട, നമുക്ക് ചർച്ച നടത്താം, നിങ്ങളുടെ ഉദ്ദേശമൊക്കെ മാറ്റി പോയി. നിങ്ങൾ പടക്കപ്പൽ നിർത്തിയേക്ക് ഞങ്ങൾക്കും അറിയാൻ നിരത്താൻ. കാരണം സൂപ്പർ പവർ റഷ്യ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അമേരിക്ക. പക്ഷെ എന്നാലും അമേരിക്കയാണ് ലോക പോലീസ്.
പക്ഷെ അവർ ഭയക്കുന്നത് റഷ്യ മാത്രമേ ഉള്ളൂ, വേറെ ഒരു രാജ്യത്തെ അവർ ഭയക്കുന്നില്ല. അവർ പറഞ്ഞതോടുകൂടി സംഭവം മാറി. ഇറാനുമായിട്ട് നല്ലൊരു ടൈപ്പിലേക്ക് ആര് വന്നു? ഗോഗ് മാഗോഗ്, റഷ്യ വന്നു. 38, 39 എഹെസ്കേൽ പ്രവചനങ്ങൾ വായിച്ചു പഠിച്ചോണം. അതിലെഴുതിയിട്ടുണ്ട്. എന്തെഴുതിയിട്ടുണ്ട്? ഗോഗ് മാഗോഗിന്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ പർവ്വത നിരകളിൽ ഇറാനുമായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രയേലിനെ തകർക്കാൻ 3-2 നശിപ്പിച്ച് ഘോരമായ യുദ്ധത്തിന് വേണ്ടി അവർ കോപ്പ് കൂട്ടി കഴിഞ്ഞു. അവർ സംഭവം ഇറാന്റെ ഉള്ളിൽ അത് വീട് കഴിഞ്ഞു. ഇസ്രയേലിനെ ഒതുക്കാൻ ഇറാന് കഴിയത്തില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്താൽ പടമാക്കി കളയും ഇസ്രയേല് ഇറാനെ. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ ബലത്തിൽ കൂട്ടായിട്ട് റഷ്യ, ഇറാൻ അല്ലെങ്കിൽ പാർസികൾ, പിന്നെ വേറെ കുറേ അറബ് രാജ്യങ്ങളും കുറേ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുക. കൃത്യമായിട്ട് കണക്ക് ഞാൻ പിന്നെ തരാം. തുർക്കിയൊക്കെ ഉണ്ട് അതിൽ. അവരെല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്യുക? വലിയ ശക്തിയായിട്ട് ഇസ്രായേലിനെതിരെ വന്നു കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. വലിയ ആറ്റമിക് ബോംബാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. നിമിഷം കൊണ്ട് ഭൂമിയെ ചുട്ടരിക്കാൻ, 100 പ്രാവശ്യം ഭൂമിയെ ചുട്ടരിക്കാനുള്ള ആറ്റമിക് സംവിധാനങ്ങൾ, അണുബോംബുകൾ ലോകം സംഭരിച്ചു വെച്ചേക്കുക. എന്തിനാ? കളിപ്പാവ പോലെ സംഭരിച്ചു വെച്ചേക്കാണോ? ഇത് വെറുതെ ഉണ്ടാക്കി വെച്ച് ഇത് പ്രയോഗിക്കാനാണെന്നേ. ഈ ഭൂമിയുടെ ഒരു സ്പന്ദനം പോലും നശിപ്പിച്ച് കളയത്തക്ക നിലയിൽ വലിയ യുദ്ധം വരാൻ പോവുക. ഭൂമി നിന്ന് കത്താൻ പോവുക. പത്രോസ് പറയുന്നുണ്ട്, ഭൂമി അതിന്റെ പണികളും വെന്തുപോകും. അതൊരു മെസ്സേജായിട്ട് മുമ്പ് പിന്നീട് ഞാൻ പറയുന്നുണ്ട്. ഭൂമിയെ ദൈവം കത്തിക്കാൻ പോവുക. ദൈവമല്ല കത്തിക്കുന്ന, മനുഷ്യനാ കത്തിക്കുന്നത്. അത് പ്രവചന നിവൃത്തിയാ. മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭീകരമായ രാസായുധങ്ങൾ, അണുബോംബുകൾ, അതൊന്നിച്ച് പ്രയോഗിക്കുമ്പോൾ ഭൂമി നിന്ന് കത്തും. ഹിരോഷിമ നാഗസാക്കിയില് അമേരിക്ക ബോംബിട്ടു. 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞു, 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞു. ഇനിയൊരു 3-ാമത് ലോകമഹായുദ്ധത്തിന് വേണ്ടി ലോകം കോപ്പ് കുത്തിക്കൊണ്ടിരിക്കുക. സഹോദരികൾ, ഇത് മനസ്സിലാക്കണം. 1-ഉം 2-ഉം ലോകമഹായുദ്ധങ്ങൾ നടന്നു. അത് പ്രവചന നിവൃത്തിയാ. ഏതാ പ്രവചന നിവൃത്തി? ഉന്മൂലനാശം, ഉന്മൂലനാശം, ഉന്മൂലനാശം എന്ന വചനത്തിൽ എഴുതിയത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഉന്മൂലനാശം, ഉന്മൂലനാശം എന്ന പ്രവാചകൻ എഴുതിയ കാര്യം സംഭവിച്ചു കഴിഞ്ഞു. 2 3-ാമത്തത് സംഭവിക്കാൻ പോകുകയാണ്. നമ്മുടെ ആത്മീയ നിലവാരം എങ്ങനെ ഇരിക്കുന്നു? ആത്മീയ കുരുടന്മാരായി, ആത്മീയ ദരിദ്രന്മാരായി, ആത്മീയ നഗ്നന്മാരായി നമ്മൾ പോകുകയാണോ? അതോ നമ്മൾ ആത്മീയ സമ്പത്തുള്ളവരായിട്ടാണോ ഇരിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്താൻ. ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ആത്മീയ കുരുടനായിരിക്കുകയാണോ, ഞാൻ ആത്മീയ ദരിദ്രനായിരിക്കുകയാണോ, അതോ ഞാൻ ആത്മീയ നഗ്നനായിരിക്കുകയാണോ? ലവോദിക്ക ഈ കാലഘട്ടത്തിലെ ദൈവമക്കൾ പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനമായിട്ട് കർത്താവ് അത് പറഞ്ഞു വെച്ചു. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും വിട്ടില്ല. ആത്മീയ സമ്പന്നത, ആത്മീയ അഭിവൃദ്ധി എനിക്കുണ്ടെന്ന് അവർ പറയുകയാണ്. ദൈവം പറയുന്നു, നീ ദരിദ്രനാ, നീ കുരുടനാ, നീ നഗ്നനാ, നീ സമ്പന്നനാകണം. അതിന് തീയിലൂതി കഴിച്ച പൊന്നു വേണം. ഈ പൊന്നാരാ പ്രാപിക്കുന്നേ? ഈ പൊന്നായ പഥ്യവചനം, പഥ്യോപദേശം ഏത് സഭകളിലാണ് പ്രസംഗിക്കപ്പെടുന്നത്? ബാലസാറ് പറഞ്ഞ പോലെ എല്ലാ സഭകളിലും അപ്പോസ്തലോപദേശം ശക്തിയോടെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ദുരുപദേശകർക്ക് സ്ഥാനമില്ല. ഊതിയിടുന്നവർക്കും ഉന്തിയെടുക്കുന്നവർക്കും കോരപ്പിക്കുന്നവർക്കും ചിരിപ്പിക്കുന്നവർക്കും ഛർദ്ദിപ്പിക്കുന്നവർക്കും സ്ഥാനമില്ല. ഇവരെല്ലാം ഔട്ട്. സാത്താൻ ഉള്ളിടത്തോളം കാലം നടക്കില്ല. സാത്താൻ അനേകരെ കരങ്ങളിൽ എടുത്തിരിക്കുക. ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത് മനുഷ്യനിലൂടെയാണ്.
അതുപോലെ സാത്താൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതും മനുഷ്യരിലൂടെയാണ്. അത് പാസ്റ്റർമാരെ എടുത്തിരിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തെ ഭരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. മനുഷ്യൻ പറഞ്ഞു, നീ ഞങ്ങളെ ഭരിച്ചാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഞങ്ങൾക്കൊരു രാജാവിനെ ശൗലിന് കൊടുത്തു, കണ്ടോ ശൗല് പോയ വഴി. ഹല്ലേലൂയ. അത് ദാവീദിനെ കൊടുത്തു, ശലോമിനെ കൊടുത്തു. ഇതൊന്നും ഭരണമൊന്നും ശരിയായില്ല, എല്ലാം തലകുത്തനെ പോയി. കുറച്ച് നാളൊക്കെ ഭരിച്ചു, കാര്യം ശരി. ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല്, നെബൂഖദ്നേസർ രാജാവ് കണ്ട വലിയ ബിംബത്തെ തച്ചുടയ്ക്കുന്ന ചരിത്രം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് 1000 ആണ്ട് വാഴ്ചയുടെ പ്രസംഗത്തിൽ. അതെന്താന്ന് ചോദിച്ചാൽ ഒന്നുകൂടി പറയാൻ താല്പര്യമുണ്ട്. ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീസ്, റോം, 4 സാമ്രാജ്യങ്ങൾ ലോകം ഭരിച്ചിരുന്നു. കരുത്തന്മാരായ ഭരണകർത്താക്കൾ. ആ 4 ഭരണകർത്താക്കളെയും മാറ്റിയിട്ട് ഇരുമ്പും കളിമണ്ണുമായ ജനാധിപത്യം, ഡെമോക്രസിയാണ് ഇന്ന് ലോകത്തിൽ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇറാനിൽ ആ ഡെമോക്രസി അല്ല, അവിടെ ഒരുതരം രാജഭരണം പോലെ ഖൊമേനി എന്ന് പറഞ്ഞൊരു പേട്ട് കളവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മത തീവ്രവാദി, ജനത്തെ കൊന്നുകൊണ്ടിരിക്കുക. അത് ഉടനെ താഴെ വീഴും. അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യയൊക്കെ ആ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്കൊക്കെ വന്നു. കുറെ ഫ്രീഡമൊക്കെ കിട്ടി, ഒട്ടുമുക്കാലും ഒക്കെ വരും. അങ്ങനെ സ്വത്രം. ഈ ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീസ്, റോം ലോകത്ത് ആവിർഭവിച്ച വലിയ സാമ്രാജ്യങ്ങളാണ്, വലിയ രാജാക്കന്മാരാണ്. അവരുടെ ഭരണ സംവിധാനത്തെ മുഴുവൻ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് തകർത്ത് കളയുന്ന ചരിത്രം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ആ പഠനം നമുക്ക് തരുന്നത്? ലോകത്തുള്ള ഭരണ സംവിധാനങ്ങളെ മുഴുവൻ തച്ചുടച്ച് ദൈവപുത്രനായ യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കും എന്നാണ് ആ പഠനം. എത്ര പേരത് മനസ്സിലാക്കിയ വചനത്തിലൂടെ? എത്ര പാസ്റ്റർമാരത് പ്രസംഗിക്കുന്നുണ്ട്? എത്ര പേര് തങ്ങളുടെ കയ്യിൽ കിട്ടിയ വിശ്വാസികളെ പിഴിഞ്ഞ് തിന്നുകൊണ്ടിരിക്കാതെ അത് ഈ വചനം പ്രസംഗിച്ച് കർത്താവ് ഭരണസാരഥ്യം ഏറ്റെടുക്കാൻ വരാൻ പോവുകയാണ്. നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളെല്ലാം മാറി 1000 ആണ്ട് യേശു കർത്താവിനോടൊപ്പം സന്തോഷത്തിൻ്റെ തിമിർപ്പിൽ നമുക്ക് ജീവിക്കാനൊരു അവസരം കർത്താവ് തരാൻ പോകുന്നു. ദൈവസഭ മാറ്റപ്പെട്ട് 7 വർഷം മഹോദരകാലം. ആ മഹോദരകാലം കഴിഞ്ഞാൽ 1000 ആണ്ട് ദൈവപുത്രൻ ഈ ഭൂമിയെ ഭരിക്കാൻ പോകുന്നു. അതുകൊണ്ട് നമുക്ക് 1000 ആണ്ട് സന്തോഷത്തോടെ ജീവിക്കാം. അത് കഴിഞ്ഞ് ഒരു വലിയ യുദ്ധത്തോടെ ഈ ഭൂമിയെ മുഴുവൻ ചുട്ടരിച്ച് കളഞ്ഞിട്ട് ദൈവജനത്തെ മുഴുവൻ പുതിയ ആകാശം, പുതിയ ഭൂമിയിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അവിടെ യുഗായുഗങ്ങൾ, കോടാനുകോടി വർഷം ദൈവത്തോടൊപ്പം പഴയ നിയമ, പുതിയ നിയമ വിശുദ്ധന്മാരെല്ലാം ഭേദകൂടാതെ ഒരുപോലെ ആ സന്തോഷ തിമിർപ്പിൽ കർത്താവിനെ ആരാധിച്ച് സന്തോഷിച്ച് സ്വർഗീയ സന്തോഷത്തിൻ്റെ ഉടമകളായി നമ്മളെ അവിടെ ആയിരിക്കുമെന്ന് എത്ര പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നു? എത്ര പേര് പാസ്റ്റർമാർ അത് പ്രസംഗിക്കുന്നു? എത്ര പേര് പ്രസംഗിക്കുന്നത്? ഇതൊന്നും പുസ്തകത്തിലെ സത്യങ്ങളല്ലേ? ഞാൻ ഗൾഫിലൊരു സാധാ ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാ. എന്നോട് ജോലി നിർത്തിയിട്ട് വന്ന് ഇവിടെ പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉപദേശി വീണാ വേറൊരു ഉപദേശിനെ മണ്ടയ്ക്കാണ് വീഴുന്നത്, പിന്നെ ഞാൻ എന്നാ പ്രസംഗിക്കാനാ? എല്ലാം കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നാ പറഞ്ഞു. മുഴുവൻ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ പത്യവചനം, പത്യോപദേശം പറയുന്നുള്ളൂ. അതിൻ്റെ സ്നേഹിതന്മാരുണ്ട്. ബാംഗ്ലൂരിലൊരു പാസ്റ്ററുണ്ട്. സ്വത്രം. ബാംഗ്ലൂരിൽ ചില പാസ്റ്റർമാരുണ്ട്, ഒന്നൊന്നല്ല. അതുപോലെ പല സ്ഥലങ്ങളിലും കിടപ്പുണ്ട് കുറച്ച് പേര്. നമ്മൾ അറിയാത്ത ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർ ശേഷിപ്പേ ഉള്ളൂ, ഒരു ചെറിയ സംഖ്യയേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം ജനത്തെ വഞ്ചിക്കുന്ന നായ്ക്കളും ആകാത്ത വേലക്കാരും വിച്ഛേദനക്കാരുമായി മാറി. നായ്ക്കൾ ആരാണെന്ന് പറയാനൊരു താല്പര്യമുണ്ട്. യെശയ്യാപ്രവചനം 56-ാം അധ്യായം എടുത്താണ്. ആരാ ഈ നായ്ക്കൾ? അത് പറയണമെന്ന് നേരത്തെ എൻ്റെ ഉള്ളിൽ പ്രേരണ ഉണ്ടായി. ഇതുവരെ അത് പലരും വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. യെശയ്യാപ്രവചനം 56-ാം അധ്യായത്തിൻ്റെ 10, 11, 12. അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ തന്നെ. അവർ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഈ നായ്ക്കൾ ഒരിക്കലും തൃപ്തിപ്പെടാത്ത കൊതിയന്മാർ തന്നെ. ഈ ഇടയന്മാരോ സൂക്ഷിപ്പാൻ കഴിയാത്തവർ. കണ്ടോ നായ്ക്കൾ ആരാന്നുള്ളത് മനസ്സിലായോ? ഇടയന്മാരെ. അവരെല്ലാവരും ഒട്ടൊഴിയാതെ
താന്താൻ്റെ വഴിക്കും ഓരോരുത്തർ താന്താൻ്റെ ലാഭത്തിലേക്കും തിരിഞ്ഞിരിക്കുന്നു. ലാഭമുണ്ടാക്കാൻ 94-കാരനായ ഒരു പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം പുള്ളിയെ കളിയാക്കി. ഇന്ന് മനസ്സിലായി താൻ പറഞ്ഞത് 100ക്ക് 100 പക്കയായിരുന്നെന്ന്. ധനസമ്പാദനത്തിന് വേണ്ടി പുസ്തകം എടുത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു വലിയ സമൂഹം പാസ്റ്റർമാർ എന്ന് പറയുന്ന ഹിപ്പോക്രൈറ്റ്സ്, കപടഭക്തിക്കാർ, ശാസ്ത്രിമാരും പരീശന്മാരെ പോലെയുള്ളവർ പെന്തക്കോസ്ത് സമൂഹത്തിൽ അഴിഞ്ഞാടുകയാണ്, ഞെരങ്ങുകയാണ്. കയറി സൂക്ഷിച്ചോ. നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക. പൗലൂസ് മുന്നറിയിപ്പ് തന്നിരിക്കുക. ആരവരെ സൂക്ഷിക്കുന്നില്ലയോ അവരുടെ കട പറിച്ചു കളയുമ്പോര്. കാരണം അവരെ സാത്താൻ കയ്യിലെടുത്തിരിക്കുക. അതാണ് ഈ പ്രസ്താവനകളൊക്കെ വരുന്നത്. ഈ ലോകം നമ്മൾ ഭരിക്കേണ്ട, ലോക മനുഷ്യൻ ഭരിച്ചോളും, നമ്മുടെ കർത്താവ് ഭരിച്ചോളും. നീ ശരിക്കും മാനസാന്തരപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിച്ചൊരു വ്യക്തിയാണെങ്കിൽ കർത്താവിൻ്റെ ഉള്ളിൽ നീ എടുക്കപ്പെട്ടാൽ 7 വർഷം മഹോദരകാലം, അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച കർത്താവ് നമ്മളെ ഭരിക്കട്ടെ. നമ്മൾ ഭരിക്കണ്ട. നമ്മുടെ ഭരണമൊന്നും ശരിയാകത്തില്ല. മനുഷ്യന് ഭരിക്കാൻ കഴിയില്ലെന്നേ. മനുഷ്യന് മനുഷ്യൻ്റെ കാലടികളെ ക്രമപ്പെടുത്താൻ കഴിയത്തില്ലെന്ന് സദൃശവാക്യങ്ങളിലുണ്ട്. ദൈവം അവനെ ഭരിക്കണം. ഒരിക്കലും മാനുഷിക ഭരണം നല്ലതാണെന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. ഓരോ രാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണകർത്താക്കളുണ്ട്. നമുക്ക് തോന്നും കുഴപ്പമൊന്നുമില്ലെന്ന്. ഇന്നറിൽ അവർ ഞെരങ്ങിക്കൊണ്ടിരിക്കുക. ഓരോ ഭരണകൂടങ്ങളെയും താഴെ വീഴിക്കാൻ വേറൊരു ജനറേഷൻ എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുക. അവർ അടിച്ചമർത്തുക ചെയ്യുന്നത്. അതാണ് ഇസ്രായേലിൽ നടക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യനെ ഭരിച്ചാൽ ശരിയാകത്തില്ല. മനുഷ്യന് ഭരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ. ഉണ്ടോ? എത്ര കൃത്യമായിട്ട് പറയുക പ്രവാചക പുസ്തകം. അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ. അവരെല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ. ദുരുപദേശം വരുമ്പോൾ അതിനെതിരെ കുരയ്ക്കുക, സത്യവചനം പ്രസംഗിക്കുക. അതിന് കഴിവില്ല. കുറച്ച് പേര് കുരച്ചുകൊണ്ടിരുന്നവർ ഇപ്പൊ പോയി ഛർദ്ദിച്ചത് തിന്നുകൊണ്ടിരിക്കുക. അത് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കുറെ പേര് കുറച്ചു, കുറെ പേര് ദുരുപദേശത്തിലെ പ്രതികരിച്ചു. ഇപ്പോൾ അവർ പോയി പഴയ ഛർദ്ദിച്ചത് മുഴുവൻ തിന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. ഇനി ദുരുപദേശത്തിനെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങൾ സാത്താൻ്റെ അടിമകളായി പോകും. അതാ എൻ്റെ കാര്യം. അതുകൊണ്ടാണ് പറയുന്നത് പോകല്ലേ പോകല്ലേ. കണ്ട ദുരുപദേശം കേൾക്കാൻ പോകല്ലേ 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 എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ലവരെ. ഹല്ലേലൂയ. അവർ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. ഗൾഫിലൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർ രാത്രി കിടന്നുറങ്ങും. ഇവരുടെ സ്വപ്നം എന്താണ്? സൗദി അറേബ്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് ചാടണം, കുവൈറ്റിൽ നിന്ന് അബുദാബിയിലേക്ക് ചാടണം, അബുദാബിയിൽ നിന്ന് പിന്നെ ഷാർജയിലേക്ക് ചാടണം, ഷാർജയിൽ നിന്ന് പിന്നെ പറ്റിയ യൂറോപ്യൻ രാജ്യത്തിലേക്കും ചാടണം. അത് ശ്രമിച്ചു കളയും ഇവർ. ചാടി 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 കുറേ ലക്ഷങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് ചാടും. ഇതിന് ഓശാന പാടാനായിട്ട് കുറേ സഹോദരന്മാർ കിടപ്പുണ്ട്. നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ പിടി നിങ്ങളുടെ മേൽ വീഴും. ഞാനത് മനസ്സിലാക്കിയതുകൊണ്ട് പറയുക. ഇവരാരും ജനത്തെ നന്നാക്കാൻ നടക്കുന്നവരല്ല. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് വചനം പറയുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടത്, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കും, ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യും. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുക. എന്തോ തികഞ്ഞവര്? ആത്മീയ കുരുട് മാറ്റുക, ആത്മീയ നഗ്നത മാറ്റുക, ആത്മീയ ദാരിദ്ര്യം മാറ്റിയെടുക്കുക. അതാണ് ചെയ്യേണ്ടത്. കൂടുതൽ കുരുടന്മാരാക്കി, കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക്, കൂടുതൽ ആത്മീയ നഗ്നതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക സഭ. കർത്താവ് വന്നപ്പോൾ കണ്ടത് എന്താ? അത് തന്നെ ഇപ്പോഴും. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളിതിനെ കള്ളന്മാട് ഗുഹയാക്കി മാറ്റി. ഓരോ പേരിട്ട ഓരോ ഗുഹകളാണ് ഓരോ സഭകളെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇവരുടെയൊക്കെ ലക്ഷ്യം ജനത്തെ നിത്യതയിൽ എത്തിക്കുക എന്നുള്ളതല്ല. കാരണം അതിനുള്ള ഉപദേശം ആരും പറയുന്നില്ലെന്ന് ഞാൻ കേട്ടോണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടായില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം എടുത്ത് തന്നെ സഭയിൽ പ്രസംഗിക്കണം. എന്നാലേ നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അംഗീകരിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട്
യെശയ്യാവ് 56-ന്റെ 10, 11, 12 ഒരു 100 പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചോണം എല്ലാവരും. യെശയ്യാവിൻ്റെ ഒരു വാക്യം കൂടി പറയാനായിട്ട് എനിക്ക് പ്രേരണയുണ്ട്. എപ്പോഴും പറയുന്ന വാക്യങ്ങൾ തന്നെയാണ്. ഇത് നിങ്ങൾ പിന്നെയും പിന്നെയും കേട്ട് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊള്ളാം. അതിനുവേണ്ടിയായി പറയുന്നത്. യെശയ്യാവ് 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. എൻ്റെ ജനമേ, കുട്ടികൾ അവരെ പീഡിപ്പിക്കും. 10, 12, 15 വയസ്സുള്ള ചെറുക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് പ്രസംഗിക്കാൻ. ഒരുത്തൻ കിടന്ന് കാറുന്നു, എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, അവന് തന്നെ വെളിവില്ല. പണ്ട് കുറച്ചു മുമ്പ് കൊച്ചു കുട്ടികൾ പ്രസംഗിക്കാനായിട്ട് നമ്മുടെ വലിയ വലിയ പാർട്ടന്മാർ എഴുന്നള്ളിച്ചുകൊണ്ട് നടത്തുമായിരുന്നു. അവരെന്നാ പത്യവനം പറയാനാ, അവരെൻ്റെ ഉപദേശം പറയാനാ? അതൊക്കെ സാത്താൻ അതിൻ്റെ പിന്നിലുണ്ട്, നമ്മൾ മനസ്സിലാക്കണോ? അതൊക്കെ തലനരച്ചവർ പോലും ഈ കുട്ടികളെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവർക്കൊന്നും കാക്കാച്ചിന് വില കൊടുക്കുന്നില്ല. എന്നെ അവരെ വചനം പരമേൽപ്പിച്ചു അവർ പറയാൻ. എന്താ അവരിപ്പോൾ പറയാത്തത്? കുറച്ച് നാളെ പറഞ്ഞ് കുറച്ച് കാശുണ്ടാക്കി, അത് കഴിഞ്ഞപ്പോൾ തീർന്നു. കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാടുന്നു, സഹോദരിമാരും വചനം പ്രസംഗിക്കാൻ പ്രമാണമില്ല, നിലയിലേക്കൊന്നും പോകുന്നില്ല. നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിച്ചു കളയുന്നു. യെശയ്യാവ് 3-12 കാണാപ്പാഠം പഠിച്ചോണം. ഫിലിപ്പിയർ 3-2 കാണാപ്പാഠം പഠിച്ചോണം. നായ്ക്കളെ സൂക്ഷിപ്പിൻ, അകത്തെ വിലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. വിച്ഛേദനക്കാർ, പരിച്ഛേദനയുടെ ഉപദേശം പ്രസംഗിക്കുന്നവർ. ക്രിസ്തുവിൻ്റെ ഉപദേശം നമ്മൾ സഭയെ പ്രസംഗിക്കേണ്ടത്. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. തീയിലൂതി കഴിച്ച പൊന്നെന്നുള്ളത് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അത് സഭ വിട്ടുകളഞ്ഞു. അത് തിരിച്ചു പിടിക്കാത്തിടത്തോളം കാലം സഭയ്ക്ക് രക്ഷയില്ല. അത് വിശുദ്ധമായി അടുത്ത ഈ എപ്പിസോഡിൽ 4-5 എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് ലവോദിക്യ കാലഘട്ടത്തിലെ വിശ്വാസികൾ, കർത്താവിൻ്റെ വരവിന് മുൻപുള്ള വിശ്വാസികൾ, ക്രൈസ്തവ സമൂഹങ്ങൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറയുന്നു, നീ ദരിദ്രനാണ്, നീ നഗ്നനാണ്, നീ കുരുടനാണ്, തന്നിമിത്തം നീ അരിഷ്ടനും നിർഭാഗ്യവാനുമായി തീർന്നിരിക്കുകയാണ്. നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതിക്കടിച്ച പൊന്ന്, ക്രിസ്തുവിൻ്റെ പ്രമാണം എന്നോട് വിലയ്ക്ക് വാങ്ങണം. നീ തത്വജ്ഞാനം പ്രസംഗിക്കുന്ന നീ അത് നിർത്തിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പത്രോസ്, പൗലോസ്, യോഹന്നാൻ, യാക്കോബ് ആദ്യം പ്രസംഗിച്ചതുപോലെ നീ പ്രസംഗിക്കണം. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രസംഗിച്ചു, പൗലോസ് പ്രസംഗിച്ചു, സ്തെഫാനോസ്, ഫിലിപ്പോസ് പ്രസംഗിച്ചു. ഇന്നത്തെ പ്രസംഗങ്ങൾ തത്വജ്ഞാനങ്ങളല്ലേ? തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് കവർന്നു കളയല്ലേ ചെയ്യുന്നത് ജനത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ നഗ്നത വെളിവാകാതെ വണ്ണം വെള്ള വസ്ത്രം, ദൈവം തന്ന രക്ഷാവസ്ത്രം, നീതിയിൽ വസ്ത്രം നഷ്ടപ്പെടുത്തി. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്ന് മടങ്ങി വരാം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. ഏതാ ഈ പണ്ടത്തെ കാലം? അപ്പോസ്തലന്മാർ സഭയെ ഉപദേശിച്ച് നടത്തിയതുപോലെ ഒരു നല്ല കാലം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് ജീവിക്കുന്ന ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ട ചപ്പും ചവറും കേട്ട് ക്രൂശിൻ്റെ ശത്രുക്കളായി പോയിക്കൊണ്ടിരിക്കുന്ന വലിയ സമൂഹമായി ക്രിസ്തീയ സമൂഹം മതപ്പതിച്ചു. അതുകൊണ്ടാണ് അവർ ഭരണം നടത്താൻ പോകുന്നത്. ഈ ലോകത്തെ ഭരിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ടാണ്. ലോകസ്നേഹികളായി, ദ്രവ്യാഗ്രഹികളായി, ലോക മനുഷ്യൻ ഭരിക്കുന്നത് പോലെ ഭരിച്ച് കാശുണ്ടാക്കി ആള് കളിക്കാനായിട്ട് പുതിയ നിയമസഭയിലെ ഒരൊറ്റ മനുഷ്യനും തുനിയണ്ട. അങ്ങനെ തുനിഞ്ഞാൽ അത് നാശത്തിലേക്കായിരിക്കും നിവദിക്കുക. നിങ്ങളുടെ നിത്യത സാത്താനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയായിരിക്കുമെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ആ അവസ്ഥ നമുക്ക് സംഭവിക്കാതിരിപ്പാൻ, ആ ഭീകരമായ അവസ്ഥ നമുക്ക് വരാതിരിപ്പാൻ, ആ ഭീവത്സമായ അവസ്ഥ നമുക്ക് വരാതിരിപ്പാൻ
അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് മുമ്പോട്ട് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് യുവനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.